കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ ഗൗതത്തിനോട് തനിക്ക് തരേണ്ട ആ സമ്മാനത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ക്ലാസ്സില് ടോപ്പ് റാങ്കർ ആയതിന് ഒരു സമ്മാനം, എന്ത് സമ്മാനം വേണം ചോദിച്ചാൽ തരാന്ന് പറയാണ്. അപ്പൊ അതിനു വേണ്ടി നന്ദ ചോദിച്ച സമ്മാനം എന്താന്ന് വെച്ചാൽ അഭിരാമി ആരാണ്, എനിക്ക് അവളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി എന്ന് പറയാം. ഇത് ഗൗതം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒന്നെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ വില സ്വർണം അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ ഗൗതത്തിന്റെ പ്രതീക്ഷകളൊക്കെ അപ്പാടെ തെറ്റിപ്പോയി. പെട്ടെന്ന് അഭിരാമിയെ കുറിച്ചുള്ള ചോദ്യം കേട്ടപ്പം ഗൗതം പറഞ്ഞു, അല്ല അഭിരാമി എന്താ സാർ, പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതെന്താ, ചില കാര്യങ്ങളൊക്കെ ഒഫീഷ്യലാണ്, അതൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പാടില്ലെന്ന് പറയാം. അതെന്താ, ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയല്ലേ, എന്നോട് പറഞ്ഞ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ നന്ദാ, വീട്ടിൽ പറയേണ്ട കാര്യങ്ങളല്ലത്. ഓ, ഞാനൊരു പോലീസുകാരന്റെ മോളാ, എനിക്കറിയാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മറച്ചു വെക്കണം എന്നൊക്കെ. ഞാൻ ഇതിവിടെ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ അഭിരാമി ആരാന്ന് എനിക്ക് അറിയണമെന്ന് പറയാം. എന്താ, അതെനിക്കിപ്പൊ പറയാൻ പറ്റില്ല, അത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പറഞ്ഞോളാം. അത് പറയാനുള്ള സമയം ഇതല്ല, അതിന് സന്ദർഭം ഒത്തു വരുമ്പോൾ ഞാൻ പറയാന്ന് പറയാം. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി. അപ്പൊ ഗൗതം സാർ എന്നോട് പറയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അതെനിക്കിപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ വേണ്ടാന്ന് പറയാം. നന്ദയ്ക്ക് സങ്കടമായിപ്പോയി. നന്ദ ടെൻഷൻ അടിച്ച് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ട് പിങ്കി വരുന്നത്. പിങ്കി വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദ, എന്ത് പറ്റും മുഖം വല്ലാതിരിക്കുന്നേ, ഗൗതമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും. ഇല്ല, അഭിരാമി ആരാന്ന് ചോദിച്ചോ നന്ദ? ഞാൻ ചോദിച്ചു, പക്ഷെ ഗൗതം സാർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗൗതമിന്റെ ഉരുണ്ടുകളിയാണ്, നന്ദ ചോദിക്കണം. നന്ദയോട് മറുപടി പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം. എങ്ങനെ പിങ്കി ഇങ്ങനെ ചോദിക്കുന്നേ, ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ ചോദിച്ചിട്ട് പിന്നെ മറുപടി പറഞ്ഞില്ലെങ്കിലോ? അല്ല, അത് സാറിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കും, ഒരു പക്ഷേങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത രഹസ്യമായിരിക്കും. എന്തോ ഒഫീഷ്യൽ കാര്യങ്ങള്? ആ കാടൻകുലി പോയി 3-4 ദിവസത്തിന് ശേഷമല്ലേ ഗൗതം വന്നേ. ഇവിടെ വന്നിട്ട് കമ്മീഷണർ എന്താ പറഞ്ഞേ? ഗൗതം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് കമ്മീഷണർ വിളിച്ചു കഴിഞ്ഞപ്പോ ഗൗതം എന്താ പറഞ്ഞേ? ഒന്ന് ഓർത്തു നോക്കിയേ. പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോയിരിക്കുവാന്ന്. എന്ത് പേഴ്സണൽ കാര്യങ്ങള്? അഭിരാമിയുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ ആയിട്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അഭിരാമിയുടെ പുറകെ ഗൗതം പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് നന്ദയിലൊരു ഞെട്ടലുണ്ടായി. അല്ലെങ്കിൽ തന്നെ നന്ദയൊന്ന് ഓർത്തു നോക്കിയേ, അഭിരാമിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? അങ്ങനെ മറച്ചു വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ അഭിരാമിയായിട്ട് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ കാണും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, എന്തെങ്കിലും ഒരു അഭിഹിത ബന്ധം കാണും. അതായിരിക്കും ഗൗതം അഭിരാമിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കണേന്ന് പറയാം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അങ്ങനെയൊന്നും. നന്ദ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചോണ്ടിരുന്നു. ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് വേറൊരു സ്ത്രീ പോവും, കണ്ടോളാൻ പറയണം. ഇത് ആരാ പറയണേ? ഇത് പറയുന്ന ആള് പിങ്കി. നല്ല ഫസ്റ്റ് പാർട്ട് തന്നെയാ നന്ദയോട് പറയണേ. പക്ഷെ നന്ദയുടെ മനസ്സിലൊരു കരട് കയറി. ഇനിയിപ്പൊ പിങ്കി പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കുമോ? ഒരു പക്ഷേങ്കില് തന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണോ ഗൗസാറിനുള്ളത്? ഇനിയിപ്പം അത് ഒരു അഭിഹിത ബന്ധമാണെങ്കിൽ അതുകൊണ്ടാണോ മറച്ചു വെച്ചിരിക്കുന്നത്? ഈ സമയം നന്ദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. നന്ദ, നീ ഒരു കാര്യം ചെയ്യ, നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന് പറയാം. എന്താ? ഗൗതമിന്റെ ഫോൺ എടുത്തോണ്ട് വാ. ഫോൺ എടുത്തോണ്ട് വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് അഭിരാമിയുടെ നമ്പർ കിട്ടും, നമുക്ക് വിളിച്ച് അവളോട് സംസാരിക്കാന്ന് പറയാം. അയ്യോ, അതൊക്കെ വേണോ? അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? എന്നാ നീ ഇവിടെ ഇരുന്നോ, എനിക്ക് എന്താ കുഴപ്പം? അയ്യോ പിങ്കി, ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ. ശരി, ഞാൻ ഫോൺ എടുത്തോണ്ട് വരാം. ഈ സമയത്ത് ഗൗതം സാർ കുളിക്കാൻ പോണ സമയം, ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് ഗൗതം ഫോൺ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ശരി, ഒരു 2-3 ദിവസവും കൂടെ, അതിനുള്ളിൽ ഞാൻ വരാം. പിന്നെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നന്ദയുടെ വരവ്. നന്ദനെ കണ്ട് ഗൗതം ചോദിച്ചു, എന്താ നന്ദ, എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക. നന്ദയുടെ കണ്ണ് ആ ഫോണിനകത്തായിരുന്നു. ആ ഫോൺ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഓർത്തുണ്ട്. പിന്നീട് ഗൗതം ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് നന്ദയൊന്നും മിണ്ടുന്നില്ല. എന്താ നന്ദ, നീ ഈ ലോകത്തെങ്ങും അല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് നന്ദ ഞെട്ടി ഉണർന്നു. എന്താ ഗൗതം സാർ, അപ്പൊ ഞാൻ ഇത്ര സമയം പറഞ്ഞു നീ കേട്ടില്ലേന്ന് ചോദിക്കും. ഇല്ല, ഒന്നുമില്ല എന്ന് പറയണം. അതെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകണം. അപ്പൊ കയ്യിലെ ഫോണും ഉണ്ടായിരുന്നു. ഫോണും കൊണ്ടാണ് കുളിക്കാൻ പോകുന്നത്. ഇതെന്താ ഇങ്ങനെ? പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിലിന്റെ അടച്ചിട്ട് ഗൗതം പറഞ്ഞു, നന്ദ ഈ ഫോൺ അങ്ങോട്ട് വെച്ചാൽ ഞാൻ മറന്നുപോയെന്ന് പറയണം. അങ്ങനെ നന്ദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. നന്ദയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഫോൺ കിട്ടിയപ്പോഴത്തേനും നന്ദ അവിടെ നിന്ന് ഓടുവാണ് പിങ്കിയുടെ അരിയിലേക്ക്. അങ്ങനെ പിങ്കിയുടെ അടുത്തേക്ക് എന്നിട്ട് ഇതേ ഫോൺ കിട്ടിയിട്ടുണ്ട് ഇന്നാന്ന് പറയണ. ഇതെന്തിനാ എൻ്റെ കയ്യിലേക്ക് തരുന്നേ? പിന്നല്ലാതെ, നീ ഇതിന്റെ പാസ്വേഡൊക്കെ നിനക്കല്ലേ അറിയത്തുള്ളൂ, പാസ്വേഡ് മാറ്റാൻ പറയണം. അങ്ങനെ പാസ്വേഡ് മാറ്റി. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ അകത്ത് നിന്ന് അഭിരാമിയുടെ നമ്പർ എടുത്ത് വിളിക്കാൻ പറയണം. ഗൗതമിന്റെ ഫോണിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തോളൂ എന്ന് പറയാം. നന്ദ നോക്കിയപ്പോൾ ഉണ്ട് അഭിരാമിയുടെ നമ്പർ ഉണ്ട്, പക്ഷെ എനിക്ക് വിളിക്കാൻ പേടിയാന്ന് പറയും. എന്താ?
എന്തോ എനിക്ക് വിളിക്കാൻ ഭയങ്കര പേടിയാ. എനിക്ക് ഇങ്ങനെയൊന്നും അറിയത്തില്ല പിങ്കി. പിങ്കി പറഞ്ഞു, എന്തിനാ ഇതിപ്പോ അറിയാണ്ടിരിക്കണേ? നീ വിളിച്ചിട്ട് 4 ഭർത്താനം അങ്ങോട്ട് വിളിച്ചു പറ. എന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വരുന്നോടിന്ന് ചോദിച്ചോണ്ട് നല്ല നാളെന്ന് പറഞ്ഞ പിന്നെ മേലാൽ അവള് ഗൗതമനെ വിളിക്കാൻ പോണില്ലെന്ന് പറയാ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അതൊക്കെ അങ്ങനെ പറയണേ? എനിക്ക് അങ്ങനത്തെ ഭാഷയൊന്നും അറിയില്ല എന്ന് പറയണം. ഇതൊക്കെ ഇനി ഞാൻ നിന്നെ പഠിപ്പിക്കണോ? നിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ പോന്ന അപ്പൊ ആ ഒരു ചിന്തയോട് നീ അങ്ങോട്ട് പറഞ്ഞാ പോരെ. എന്നാലും എനിക്ക് പറ്റില്ല പിങ്കി, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ലെന്ന് പറയാ. ഒരു കാര്യം ചെയ്യാം, പിങ്കിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുക. ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടാ? അല്ല പിങ്കി ഒരു കാര്യം ചെയ്യാം, പിങ്കി വിളിക്കാൻ പറയാണ് അഭിരാമിയുടെ ഫോണിലേക്ക്. ഞാനോ? ഞാൻ വിളിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതിന് ഞാൻ ഗൗതമിന്റെ ഭാര്യയല്ലോ എന്ന് പറയും. അതല്ല, അതെ ഞാൻ അളകനന്ദയാണ്, ഗൗതത്തിന്റെ ഭാര്യയാന്ന് പറഞ്ഞിട്ട് പിങ്കി ഒന്ന് വിളിക്കുക. പിങ്കി വിളിച്ച് സംസാരിക്കുക. പിങ്കിക്കാണ് സംസാരിക്കാൻ അറിയാലോ. അവിടെ ഇരിക്കുന്ന അവക്കറിയത്തില്ലോ ഇത് എന്റെ സൗണ്ട് ആണോ അതോ പിങ്കിയുടെ സൗണ്ട് ആണെന്നുള്ളത്. അതുകൊണ്ട് അവൾ അത് വിശ്വസിച്ചോളൂ. വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാം. എന്നാ ശരി, ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയാണ്. അങ്ങനെ നന്ദ പിങ്കിയുടെയിലേക്ക് ഫോൺ കൊടുത്തു. പിങ്കി എന്ത് ചെയ്യണം? അഭിരാമിയുടെ നമ്പർ എടുത്തിട്ട് ഡയൽ ചെയ്യുവാണ്. ഡയൽ ചെയ്തു. അങ്ങേ തലയ്ക്ക് ബെല്ലടിച്ചു. അഭിരാമി എടുത്തു. ഇതാരെ ഗൗതം സാറിന്റെ കോളാണല്ലോ, ഇതെന്താ പറ്റി ഈ സമയത്ത് വിളിക്കുന്നത്? എന്തേലും കാര്യം ഉണ്ടായിരിക്കും. കോൾ എടുത്തേക്കാന്നോർത്ത് കോൾ എടുക്കുവാണ്. ഹലോ പറഞ്ഞു. ഈ സമയത്താണ് പിങ്കിയും നന്ദി ആ കാഴ്ച കാണുന്നത്. അർജുൻ താഴേക്ക് ഇറങ്ങി വരുവാണ്. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് അർജുൻ ഇറങ്ങി വന്നപ്പോഴത്തേനും പിങ്കി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിങ്കി മാത്രമല്ല നന്ദേ. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. അങ്ങേ തലയ്ക്ക് ഹലോ പറഞ്ഞുകൊണ്ടിരുന്ന അഭിരാമി നിർത്തി. ഇതെന്താ ഹലോ പറഞ്ഞിട്ടൊന്നും മിണ്ടാത്ത ഗൗതം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലപ്പോൾ അറിയാതെ കോള് വന്നായിരിക്കും ഓർത്ത് കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ അർജുൻ താഴേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒരു പതിവില്ലാത്ത വിധൊരു ഗൂഢാലോചന നീക്കി? ഒന്നുമില്ലാന്ന് പറയാ. എന്താ കാര്യമായിട്ടുണ്ടല്ലോ. പിന്നീട് പിങ്കിയുടെ കയ്യിലേക്ക് നോക്കുന്നത്. എന്താ പിങ്കി ഇത് 2 ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കണേ? ഇത് ആരുടെ ഫോണോ ഒന്നെന്ന് ചോദിക്കുകയാണ്. ഈ സമയം പിങ്കി ഒന്നും മിണ്ടിയില്ല. അർജുൻ പറഞ്ഞു, നിന്നോടല്ലേ ചോദിച്ച പിങ്കിന്ന് ചോദിക്കണം. ഈ സമയം നന്ദ പറഞ്ഞു, അത് ഗൗതം സാറിന്റെ ഫോണാന്ന് പറയാം. എന്തിനാ ഗൗതമേട്ടന്റെ ഫോണ്? പിങ്കി എടുത്തേ. ഓഹോ, ഇൻവെസ്റ്റിഗേഷൻ അല്ലേ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന്? അങ്ങനെ വരട്ടെ. പിന്നീട് പറഞ്ഞു, അത് ഒരാളുടെ ഫോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്വകാര്യതയാ. അതെങ്ങനെ എടുക്കുന്നത് ശരിയാണോ? നന്ദാന്ന് ചോദിക്കണം. നന്ദയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ. അല്ല പിങ്കിയോടൊപ്പം ചേർന്ന് നന്ദയെ ഇങ്ങനെ തുടങ്ങിയോന്ന് ചോദിക്കാണ്. നന്ദയ്ക്ക് പിന്നെ എന്ത് മറുപടി പറയാനൊന്നും അറിയത്തില്ല. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരാളുടെ ഒഫീഷ്യൽ കാര്യം കൈ കടത്തുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പേഴ്സണലായിട്ടും അല്ലാതെ ഒഫീഷ്യലായിട്ടും ഗൗതമേണ്ട ഒത്തിരി കാര്യങ്ങൾ കാണും. അതൊക്കെ ഇനി അതിനകത്തൊക്കെ കൈ കടത്താന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം. ഈ സമയം ഗൗതം അങ്ങോട്ട് വരുന്നേ. എന്റെ ഫോൺ കണ്ടോ നന്ദനും ചോദിച്ചോണ്ട്. നീ എങ്ങനെ എടുത്താരും ചോദിച്ചോണ്ട്. പെട്ടെന്ന് പിങ്കിയോട് അർജുൻ പറഞ്ഞു, ആ ഫോൺ ഇങ്ങോട്ട് ആ പിങ്കി എന്ന് പറയണം. പിങ്കി ഫോൺ അങ്ങോട്ട് കൊടുത്തു. പിന്നീട് നേരെ അർജുൻ ഗൗതത്തിന്റെ അടിയിലേക്ക് എന്നിട്ട് ഫോൺ അങ്ങോട്ട് കൊടുത്തു. അത് ഗൗതമേട്ടാ, ഈ ഫോൺ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ പേഴ്സണൽ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളാ. ഈ ഫോണൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അത് മറ്റൊരാൾ എടുക്കാതിരിക്കണം. അത് എടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയാം. ഗൗതത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിങ്കിയെ നന്ദനെ ഗൗതം മാറി മാറി നോക്കുവാണ്. ശരി ശരി എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. അർജുൻ അങ്ങോട്ട് പോയി. ഗൗതം അങ്ങോട്ട് പോവാണ്. നന്ദ വല്ലാതിരിക്കുന്ന കണ്ടപ്പം പിങ്കി പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ. കൃത്യ സമയത്ത് തന്നെ വന്ന അർജുൻ എല്ലാം കുളമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ്. എന്നിട്ട് പിങ്കി അങ്ങോട്ട് പോവാ. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് അരുന്ധതി എല്ലാരും വിളിച്ചു വരുത്തിയേക്കാണ്. മോഹിനിയും പവിത്രയും പിങ്കിയും അർജുനും ഗൗതം എല്ലാരും ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിലോ ഒരു ആമാടപ്പെട്ടി ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അരുന്ധതി പറഞ്ഞു, ഞാനിങ്ങോട്ട് എല്ലാരെയും കൂടെ വിളിപ്പിച്ച് എന്തിനാന്ന് അറിയാവുന്ന ചോദിക്കുക. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, അറിയത്തില്ല എന്ന് പറയാം. പിങ്കി പറഞ്ഞു, കാര്യം എന്താണെങ്കിലും വല്യമ്മ പറയുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചോദിക്കാത്തേന്ന് പറയാം. അതെ അങ്ങനെ തന്നെയാന്ന് പറയാണ്. പിന്നീട് ആ ആമടപ്പെട്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ശേഷം വന്നപ്പം അതെ എന്റെ ഭർത്താവിന്റെ അമ്മ തന്ന പെട്ടിയാന്ന് പറയാണ്. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഏട്ടത്തി എന്ന് പറയാ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. അതെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തന്ന ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടെന്ന് പറയാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ആമാടപ്പെട്ടി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് നല്ല ഒരു ഭംഗിയുള്ള നെക്ലേസും കിടക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മ തന്നതെന്ന് പറയാം. എല്ലാവരും ഇത് കണ്ടു. പിങ്കിയോട് ചോദിച്ചു, പിങ്കിമോക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുവോ? നല്ല ഭംഗിയല്ലേ കാണാനെന്ന് ചോദിക്കാണ്. ഗൗതമും അർജുനും ഒക്കെ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഈ സമയത്ത് അരുന്ധതി പറഞ്ഞു, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയണ. ലക്ഷ്മി പറഞ്ഞു, ശരിയാ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അരുന്ധതിയുടെ ഇത്ര ഇതായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പറയാം. ശരിയാണ്, എനിക്കിത് കിട്ടി. പക്ഷേങ്കിൽ ഇനിയിപ്പം ഞാനിത് ഒരാൾക്ക് കൊടുക്കാൻ പോവാന്ന് പറയണം.
ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെ എനിക്ക് വെല്ലുമ്പ തരുവാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് പവിത്ര പറഞ്ഞു, അല്ല എനിക്കെന്താ കിട്ടിയാൽ എന്താ കുഴപ്പം, മോഹിനി ശരിയാ, പവിത്ര ഇവിടുത്തെ മരുമോള് തന്നെയല്ലേ, അവൾക്ക് കൊടുത്താൽ കുഴപ്പം എന്താന്ന് ചോദിക്കാം. ഈ സമയം നന്ദ പറഞ്ഞു, അതെ എനിക്കിതൊന്നും വേണ്ട കേട്ടോ, ആർക്ക് വെള്ളം കൊടുത്തോ, എനിക്കിതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, കണ്ടോ നന്ദേടത്തിനെ കണ്ടുപിടിക്കും, ഇങ്ങനെ വേണമെന്ന് പറയണം. ഈ സമയം പിങ്കി പറഞ്ഞു, ഇതൊക്കെ ഇവളുടെ ചുമ്മാ ഒരു അടവല്ലേ, ആൾക്കാരുടെ കണ്ണി പൊടിയിടാനായിട്ടുള്ളേ, ഇവള് സൂത്രത്തിൽ ഇത് അടിച്ചു മാറ്റാനുള്ള ഇവളുടെ തന്ത്രമല്ലേ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവൾക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചില്ലേ അവൾ അങ്ങനെയൊക്കെ പറയാൻ പോണേന്ന് പറയാം. കേട്ടപ്പം രശ്മിയമ്മ പറഞ്ഞു, അതൊരിക്കലും ഉണ്ടാവില്ലെന്നറിയാം, കാരണം അനന്തി അടുത്തല്ലെന്ന് ചോദിക്കണം. അതെന്താ രശ്മി അങ്ങനെ പറഞ്ഞു, പന്തിയിൽ ഞാനിപ്പോഴും ഭക്ഷാഭേദം കാണിക്കുന്നു, അങ്ങനെ ഒരു ചിന്തയല്ലേ നീക്കുണ്ടായിരുന്നേ, എന്നാ ശരി അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കോളാൻ പറയണം. അപ്പൊ പിങ്കി സന്തോഷിച്ചിരിക്കുക, ഇപ്പൊ തനിക്കത് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുണ്ട്. പിന്നീട് അരുന്ധതി പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയെന്ന് പറയണം. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് നോക്കുക, എന്താ കാര്യം. അതെ ഞാനിത് കൊടുക്കാൻ പോകുന്ന പിങ്കിക്കല്ല, ഇത് ഞാൻ കൊടുക്കാൻ പോകുന്ന നന്ദയ്ക്കാന്ന് പറയാണ്. ഇത് കേട്ടതും നന്ദ ഞെട്ടിപ്പോയി. പെട്ടെന്ന് മോഹിനിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ മോഹിനി നിനക്ക് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കുക. എനിക്കെന്നല്ല നന്ദയ്ക്ക് പോലും വിശ്വാസം വന്നില്ല, പിന്നെയാണോ എനിക്കെന്ന് ചോദിക്കുക. പിങ്കിയുടെ മുഖം ആകെപ്പാടെ പ്ലിങ്ങി അങ്ങോട്ട് പോയി. ഈ സമയം നന്ദ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് പിങ്കിക്ക് തന്നെ കൊടുത്തേക്കാം പറയൂ. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, ആർക്ക് കൊടുക്കണം ഞാനല്ലേ തീരുമാനിക്കുന്നേ എന്ന് പറയണേ. നന്ദ പറഞ്ഞു, വേണ്ട വല്യമ്മ എനിക്കിത് വേണ്ടാന്ന് പറയണ. വേണ്ട, ഞാൻ നേരത്തെ നന്ദനെ കുറിച്ച് വിചാരിച്ചോണ്ടിരുന്ന എന്താ, ഒരു വായാടി പെണ്ണ് വെറുതെ വീട്ടിൽ അലമ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാടി നടക്കും. പക്ഷെ അതൊന്നുമല്ല, നന്ദ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ഈ കുടുംബത്തിന് മാനം, അതാണ് അവളെ രക്ഷിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കുടുംബത്തിന് അന്തസ് ഉയർത്തിക്കൊണ്ട് വന്ന കണ്ടില്ലേ, ക്ലാസ്സിൽ അവള് കോളേജിൽ പോകുന്ന വെറുതെ ആന്നോർത്താ ഞാനിരുന്നേ, പക്ഷെങ്കിൽ ക്ലാസ്സിൽ ടോപ്പാന്നറിഞ്ഞു, അപ്പൊ അവൾക്കൊരു സമ്മാനം കൊടുക്കണ്ടേ, ഇതെന്റെ വക അവൾക്കുള്ള സമ്മാനമാ, അവള് ക്ലാസ്സിൽ ടോപ്പ് ആയതിനെ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കിയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി. നന്ദ ഇങ്ങനെ നിൽക്കുക, നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. നന്ദ പറഞ്ഞു, വേണ്ട വല്യമ്മേ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വല്യമ്മ എന്നോട് രണ്ടും നല്ല വർത്താനം പറഞ്ഞല്ലോ, എനിക്ക് അത് മാത്രം മതി, അത്രയും വില പിടിച്ചൊന്നും അല്ല ഇതെന്ന് പറയാം. എന്നാലും അങ്ങനെ പറയരുത് മോളെ എന്ന് പറഞ്ഞിട്ട് അരുന്ധതി എഴുന്നേറ്റ് എന്നിട്ട് നന്ദയുടെ കഴുത്തിലേക്ക് ആ നെക്ലേസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കണ്ട് സമതല തെറ്റിയ പോലെ പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ നിൽക്കുക. അർജുനും ഗൗതനും ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.